നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ലോക മതങ്ങളിൽ ചരിത്ര പുരുഷന്മാരായി മത നേതാക്കന്മാരായോ മതസ്ഥാപകരായോ ലോക മതങ്ങളിൽ ആളുകൾ കാണുന്ന സകലരും ഒരിക്കൽ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കേണ്ടവരാണ്. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും ആര് ചീത്ത വിളിച്ചാലും ഇതാണ് അതിന്റെ വാസ്തവം. ലോകത്തിൽ മതങ്ങളിലൊക്കെ വലിയ വലിയ ആളുകളില്ലേ, അവരൊക്കെ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണെങ്കിൽ, കഥയാണെങ്കിൽ അങ്ങനെ അറിഞ്ഞൂടാ, ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണെങ്കിൽ അവരെല്ലാം ഒരിക്കൽ യേശുവിന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കും. എല്ലാവരും ഒരിക്കൽ സമ്മതിക്കേണ്ടി വരും. കാരണം ആരാണ് ദൈവം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തെറ്റായ വഴികളിലൂടെ പോകാതെ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഇപ്പോഴേ മുട്ടുമടക്കിയാൽ നാളെ ലജ്ജിച്ച് മുട്ടുമടക്കേണ്ടി വരില്ല, ആരാധിച്ച് മുട്ടുമടക്കാൻ പറ്റും. മനസ്സിലായോ? രണ്ട് രീതിയിൽ ഒരാൾക്ക് മുട്ടുകുത്താം കർത്താവിന്റെ മുമ്പിൽ. ഒന്ന്, നാണം കെട്ട് മുട്ടുകുത്താം ഒരിക്കലും, കാരണം അയ്യോ എനിക്ക് പറ്റിയില്ലല്ലോ എന്നോർത്ത് മുട്ടുകുത്താം. നാണം കെട്ടും ഗതി കെട്ടും മുട്ടുകുത്താം. മുട്ടുകുത്തുന്നവര് രണ്ട് രീതിയിലാണ് മുട്ടുകുത്തും. ഒന്നുകിൽ ഈ ഗതി കെട്ട് കുത്താം, അല്ലെങ്കിൽ അഭിമാനത്തോടെ അവന്റെ പാതാരവിന്ദങ്ങളെ ആരാധിച്ചുകൊണ്ട് മുട്ടുകുത്താം.